ഹായ് ഓൾ, ഞാൻ ഡോക്ടർ സുഹൈല. അപ്പോൾ നമുക്കിന്ന് മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യാം. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നല്ലോണം അടച്ചു വെച്ച് മാത്രം ഉപയോഗിക്കുക. അത് കാരണം അതിൽ ഈച്ച പ്രാണികളൊക്കെ വന്നിരിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് മഞ്ഞപ്പിത്തം പകരുന്നത് മഞ്ഞപ്പിത്തമുള്ള വ്യക്തിയുടെ മലമൂത്ര വിസർജനത്തിൻ്റെ വേസ്റ്റ് ഭക്ഷണത്തിൽ കലർന്നിട്ടാണല്ലോ. അപ്പം അതിൽ ഈച്ചയോ പ്രാണികളൊക്കെ വന്നിരിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് അടച്ചു വെച്ച് മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഐസ്, സിപ്പപ്പ്, ഐസ്ക്രീം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണമാണെങ്കിലും ജ്യൂസ് ആണെങ്കിലും നമ്മുടെ അതിൻ്റെ ചുറ്റുപാട് നോക്കുക. വൃത്തിയുള്ള സ്ഥലമാണോ നോക്കുക. വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്തുള്ളത് ഒഴിവാക്കുക. അതുപോലെ അവർ പാത്രം കഴുകാനാണെങ്കിലും ഗ്ലാസ് കഴുകാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം വൃത്തിയുള്ളതാണെങ്കിൽ മാത്രം അവിടെ നിന്ന് കഴിക്കുക. വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള രീതിയിൽ കഴിക്കുക. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ വീട്ടിൽ മഞ്ഞപ്പിത്തമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക. അവർക്ക് ഉപയോഗിക്കുന്ന ബാത്റൂം ആണെങ്കിലും അവരുപയോഗിക്കുന്ന പ്ലേറ്റ്, ഗ്ലാസ് ഇതെല്ലാം നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് സെപ്പറേറ്റ് കൊടുക്കുക. അവരുപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ കിണറിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷം, ബാത്റൂമിൽ പോയതിന് ശേഷം നമ്മൾ കൈയൊക്കെ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതിൻ്റെ ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള പണികൾക്കാണെങ്കിലും അതുപോലെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാം എന്തിന് പോവുകയാണെന്നുണ്ടെങ്കിലും ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷം ഹാൻഡ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഇതൊക്കെയാണ് മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പുറത്തു നിന്ന് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.